ചേച്ചി മുത്തശ്ശി കരിപ്പെട്ടി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അത് വിടില്ല, പുറത്ത് കടയിൽ കിട്ടുമെന്നാ. എന്തു ചെയ്യാൻ ചേച്ചി? ആരാ ചേച്ചിയത്? ഞാൻ പറഞ്ഞതല്ലേ, സത്യ. സത്യ, ഇറ്റ്സ് ഓക്കെ. ഞാൻ അതൊക്കെ മറന്നു. കീപ് ഇൻ ടച്ച്. താങ്ക്സ്. ചേച്ചി അവളോട് എന്താ സംസാരം? ഒരാള് സോറി ചോദിച്ചാൽ നമ്മൾ മര്യാദ കൊടുക്കണം. ചേച്ചി കരിപ്പെട്ടി വാങ്ങണം. എവിടുന്നാ വാങ്ങാൻ പോന്നെ? സ്വന്തം കടയില്. ഓക്കെ ഓക്കെ. ഇതാ സാറിന്റെ കട. 2 കിലോ കരിപ്പെട്ടി വേണം. തരാം ചേച്ചി. മോളെ സുഖം തന്നെയല്ലേ? സുഖാണ്. മോളെ, ഒന്ന് വേഗം ഒന്ന് കെട്ട്. എന്റെ മകൻ പോലീസ് ഉദ്യോഗസ്ഥനല്ലെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞു. തിരിച്ചവൻ എന്ന് ഉദ്യോഗത്തിൽ കയറിയോ അതോടെ ഈ വിഷമം എല്ലാം പോയി മോളെ. എല്ലാം ഞാൻ തീരുമാനിച്ചു. അച്ഛനോട് വരാൻ പറഞ്ഞോളൂ. ഡാഡി, അദ്ദേഹത്തിന്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചു. അതെ ഡാഡി, ഉടനെ തന്നെ അച്ഛനോട് വരാൻ പറഞ്ഞു. ഓക്കെ മോളെ. രവി, എന്റെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ചെയ്തേക്ക്. ഓഫീസ് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. അതെങ്ങനെയാണ് സാർ? 4 കമ്പ്യൂട്ടറും പൊക്കിക്കൊണ്ട് 8 പേര് പുറകെ വന്നാൽ മതി. എടോ, ഇവിടെ കിടന്ന് വട്ട് കാണിച്ച പ്രതിമ ഇല്ലാതാക്കല്ലേ. ഇവിടെ കല്യാണം കഴിയുന്നത് വരെ സൂപ്പർവൈസറിന്റെ ജോലി നോക്കാൻ അയച്ച ആളാണ് ഞാൻ. ഇത് വെറും നിശ്ചയം മാത്രമാണെന്ന് കരുതുക. ഇനി കല്യാണത്തിന് നാട്ടുകാരെ മുഴുവൻ വിളിച്ചത് ആഘോഷമാക്കി മാറ്റാം. അച്ഛാ, ഇതിലൊരു 60 ലക്ഷം, ഇതിലൊരു 30 ലക്ഷം ഉണ്ട്. എന്തായത്, കല്യാണമാണോ അതോ കള്ളക്കടത്താണോ ഇവിടെ നടക്കാൻ പോകുന്നത്? പെട്ടിക്കകത്ത് കാശ് നിറച്ചു കൊടുക്കുന്നു. എന്റെ ഐലാഷ് കട്ടായി. എന്റെ ചേച്ചി ടെൻഷൻ ആവാതെ, ഞാൻ മാരാരിന്ന് ഡ്രൈവറോട് വാങ്ങിക്കൊണ്ട് വരാൻ പറയാം. അവിടെ റെവ്ലോൺ ലിപ്സ്റ്റിക് പോലും കിട്ടില്ല, പിന്നെ ഐലാഷസ് എങ്ങനെ കിട്ടാനാ? എവിടെ കിട്ടും എവിടെ കിട്ടും എവിടെ കിട്ടും? എന്റെ അടുത്ത് ഉപയോഗിക്കാത്ത ഒരെണ്ണമുണ്ട്. എപ്പോഴാ വേണ്ടേ? സത്യ, ഇന്നാ എന്റെ നിശ്ചയം കേട്ടോ. തീർച്ചയായും നീ വരണം. ഞാൻ വരാം. I'll come with that. ചെറുക്കം വന്നു. അതെ അതെ, വലിയ നോട്ട് വെക്കണം. ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നോട്ട് ഇതാ. ഇതങ്ങോട്ട് വെച്ച സാറേ. അല്ല, എന്തായി ഉണ്ടാക്കുന്നേ? നോക്കി ചെത്തിക്കോ, അല്ലെങ്കിൽ ചെത്തി പോകും. വിരളിന്റെ കാര്യമാണോ പറഞ്ഞത്? ദൈവമേ, അവരൊക്കെ പോയി. വന്നപ്പോ മുതൽ അന്വേഷിക്കുക. ഒന്നൊറ്റക്കിട്ട എവിടായിരുന്നു? ഞാൻ റെഡിയാവായിരുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കൊള്ളാം. നിന്റെ നാണം ഞാൻ ഇപ്പഴാ കാണുന്നത്. ഞാൻ കണ്ടു സാർ. എന്ത് കണ്ടെന്നാ? സാറ് നാണിക്കുന്നത് ഞാൻ ഇപ്പഴാ കണ്ടത്. പുറത്തൊന്നും പറഞ്ഞേക്കല്ലേ. ഒന്ന് പോടും. ഓക്കെ സാർ, ഡോർ ഓപ്പൺ ചെയ്യും. നമസ്കാരം മാഡം, അകത്തേക്ക് വരൂ. അല്ല, ഈ ബോട്ടെന്താ ഈ കരയില്? എടാ, ഈ വീട്ടിലുള്ള ആളുകളുടെ റിയാക്ഷൻ മൊത്തം നീ കടം വാങ്ങിയിരിക്കണോ? ഇനി നീ വാ തുറന്ന വായിക്കത്ത് പഴം കുത്തിക്കയറ്റും ഞാൻ. കാവ്യ ചേച്ചി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. വരൂ സത്യ. അകത്തേക്ക് വരൂ. ചേച്ചി സുഖല്ലേ? നമസ്കാരം. വടക്കാഞ്ചേരി അൽഫോൺസിനെ പറ്റി സാറ് കേട്ടിട്ടില്ലേ? നമ്മൾ തമ്മിൽ പഴയ ശത്രുത ഉണ്ടെന്ന് വിചാരിച്ച് കരീംബായി എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്താ? ഇന്ന് അർദ്ധരാത്രി നിങ്ങളുടെ വീട് ആക്രമിച്ച് എല്ലാരെയും വെട്ടാൻ പറഞ്ഞ് രംഗരാജ് അൽഫോൺസിന് പണം കൊടുത്തെന്ന്. നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് സർ. എനിക്കിപ്പോ പഴയ വൈരാഗ്യം ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം സർ? നിങ്ങളൊന്നും ചെയ്യണ്ട. ഒരു കാര്യം അറിഞ്ഞിട്ടുമില്ല. ഇത് കൊള്ളാം. കാവ്യ, സത്യയോട് എനിക്ക് സംസാരിക്കണം. നിന്റെ ചിറ്റപ്പനാകെ പ്രശ്നത്തിലാണ്. എന്ത് പ്രശ്നം? ഏതോ ഒരു അജ്ഞാതൻ പണത്തിന് വേണ്ടി ഫോൺ വിളിച്ച് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പേഴ്സണലായിട്ടൊരു ബ്ലാക്ക്ബെറി ഫോൺ വെച്ചിട്ടുണ്ട്. അതിന് നമ്പർ എന്താണെന്നറിഞ്ഞാൽ ആ അജ്ഞാതനെ പിടിക്കാൻ പറ്റും. നിന്നെ കൊണ്ട് ആ നമ്പര് സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്റെ മുരുക, എന്റെ ഭഗവതി. സാർ, നമുക്ക് പോലീസ് ഫോഴ്സിനെ ഇറക്കിയാലോ സാർ? ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാരും കൂടെ തോപ്പുംപടി വീട്ടിലേക്ക് അയച്ചാലോ? ഭയം നോടണമെന്നാണ് പറയുന്നത്. സാർ, ഇതാ, ഇത് ഗവൺമെൻറ് ആർമറി സെക്ഷൻ സർവീസിന് കൊടുത്തേക്ക്. നാളെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയാൽ മതി. അതുവരെ ഓൺ റെക്കോർഡിൽ എൻ്റെ കയ്യിൽ തോക്കുണ്ടായിരിക്കില്ല. പോലീസ് മാൻ വിത്ത് ഫാമിലി, വിത്തൗട്ട് ഓഫ് വെപ്പൺ. സാർ,
കൊറിയയിലേക്ക് മാനുഫാക്ചറിംഗ് ചെയ്ത് അയച്ച സൈക്കിളിൽ 4000 എണ്ണം ബാക്കിയുണ്ട് സാർ. ഒരു നല്ല ഐഡിയ. നമ്മുടെ കാവ്യയുടെ കല്യാണത്തിന് വരുന്ന ഓരോ ആൾക്കാർക്കും ഓരോ സൈക്കിൾ വീതം അങ്ങ് കൊടുക്കാം. ദേഷ്യം വരുത്താൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നതാണോ? എക്സ്ക്യൂസ് മീ പണക്കാരി മേഡം, ഇപ്പൊ എന്തിനാ എല്ലാവർക്കും സൈക്കിൾ കൊടുക്കുന്നേ? സൈക്കിൾ കമ്പനി ഉള്ളതുകൊണ്ട് സൈക്കിൾ കൊടുക്കുന്നു. അപ്പൊ എലിവേഷത്തിന്റെ കമ്പനി ആയിരുന്നെങ്കിലോ എല്ലാവർക്കും സാമ്പാറിൽ എലിവേഷൻ കലക്കി കൊടുക്കുമായിരുന്നു. സാമ്പാറിൽ എലിവേഷൻ കലക്കിയ ചീത്തയായി പോകും. ചമ്മന്തിയിൽ വേണം കലക്കാൻ. എടാ ഉരുളിത്തലേ, നിങ്ങളുടെ മേഡത്തിന് സത്യത്തിൽ വട്ടാണോ അതോ അങ്ങനെ അഭിനയിക്കുന്ന? സാർ, സാറിന്റെ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്തു. Record. Hello. Where are you? I am near the border, Madagascar. Please don't come anywhere near to India. Why? What is happening? Boy has been arrested by Narasimhan. Also, he trying to arrest me. You don't scare me. Give me Dora Singham's number. I will call him and blast him myself. സർ, ഡാനി രംഗരാജും ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡാനി സാറിന്റെ ലൈനിൽ വരും. How are you, Danny? How do you know my number? How come you know my number? Third-rated criminal like you can get my number. You think I can't? Hey, cop! I am king of Indian Ocean. Hey, don't even dream of finding me. I'm coming after you. The day I see you will be the last day of your life. You want to see me? You want to see my face? Turn on your video call and see how I laugh at your stupid police force. Hey, Indian police, you all corrupted fellows. When I throw money at you like a bone, you run behind me like a dog. Then I kick you like a slave. Nah! You African animal! Wherever you are in the world, one day I'll come in front of you. I'll arrest you. And I'll drag you. And put you back in the same cell where you escaped. And I'll make you realize the power of an Indian police! Dangaraj, you sort out your issues. I have some problems with the Australian police too. I plan to pass my business for 6 months. I mean to move away from seas and be on land for some time. Captain! സഹായം മരിച്ചു പോയെന്ന്. എന്താ മൊട്ടത്തലയം മരിച്ചു പോയെന്നോ? തേങ്ങ പൊതിക്കാൻ പോകാം. ഒരു വലിയ റൗഡിയെ നോക്കി തേങ്ങ പൊതിക്കാൻ പോകാമെന്നോ? അടിച്ചു നിന്നാ ഞാൻ. വിട്ടുപോടാ വിട്ടുപോടാ. ഏയ് എടാ വാടാ മൊട്ടത്തലയാ, ഇന്ന് നിന്റെ കൈ വെട്ടി ഞാൻ എന്റെ വെല്ലുമ്മച്ചിക്ക് ചൊറിയാൻ കൊടുക്കൂടാ. നീയൊക്കെ മനുഷ്യനെയാടാ വെട്ടും, പക്ഷെ ഞാൻ മീൻ വെട്ടും, തൂണ് വെട്ടും, ഈ കയറ് വെട്ടും, ഉറങ്ങിക്കിടക്കുന്നവന്റെ മുടിയും വെട്ടും, ഈ മണ്ണും വെട്ടും, പെൺകുട്ടികളെയും വെട്ടും, ടയറ് വെട്ടും, വയറ് വെട്ടും. കറണ്ട് ഷോക്കടിക്കും. നമ്മുടെ നാട്ടിൽ അതിന് കറണ്ട് ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ ഷോക്ക് അടിക്കുന്നേ? മാറി നിൽക്കും അങ്ങോട്ട്. ഇപ്പൊ തന്നെ ഒരുത്തനെ ഒറ്റ ഒരു വെട്ട് 3 തുണ്ടായി. ഒരു വെട്ടിന് 2 തുണ്ടല്ലേ വരത്തുള്ളൂ. വെട്ടിയപ്പോ കഴുത്ത തുണി ഉണ്ടായിരുന്നു, അതാ 3 തുണ്ട്. മാറി നിന്നോണം. ഇതുവരെ എന്നെ പോലെ ഒരുത്തനെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരും വെട്ടി കൊല്ലും. ആരായി ഉണക്കമീൻ കുഞ്ഞ്? സഹദേവന്റെ മോനാ. നിനക്ക് എന്താടാ വേണ്ടേ? ഷൂൽ ചെയ്യുന്നത് പോളിഷ്, ശരീരത്തിന് ചെയ്യുന്ന മസാജ്, എന്റെ അച്ഛനെ കൊന്നത് പോലീസ്. ഇഞ്ചി പോലെ ഇരുന്നിട്ട് പഞ്ച് ഡയലോഗോ? എന്റെ അച്ഛനെ കാണിച്ചു കൊടുത്തത് നീ, എന്റെ അമ്മയെ വിധവയാക്കിയത് നീ. നിന്നെ വെട്ടാതെ ഞാൻ വിടില്ല. അതൊക്കെ നിക്കട്ടെടാ, നിന്റെ ഹൈറ്റിന് എങ്ങനെയാടാ എന്റെ കഴുത്ത് വെട്ടുന്നത്? എവിടെ എത്തുന്നോ അവിടെ ഞാൻ വെട്ടും. എടാ അവിടെയൊന്നും വെട്ടാൻ പാടില്ലടാ. എടാ എടാ വേണ്ടെന്ന് പറഞ്ഞേ. എടാ അയ്യോ. സർ, ഡാനി നിങ്ങളോട് സംസാരിച്ച വീഡിയോ റെക്കോർഡ്സ് ഉണ്ട്, രംഗരാജുമായിട്ട് സംസാരിച്ച ഓഡിയോ റെക്കോർഡ്സും ഉണ്ട്. ഇതുപോലെ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ട. ഡാനിൻ രംഗരാജൻ ഡ്രഗ്സിനെ പറ്റി സംസാരിച്ചിട്ടില്ല സർ. അതുകൊണ്ട് ഈ കേസ് സ്ട്രോങ് ആക്കാൻ പറ്റില്ല സർ. അതിനായിട്ട് ഞാൻ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ കാർഗോ സെക്ഷനിൽ അസിസ്റ്റന്റ് മാനേജറാണ്. ഫെർട്ടിലൈസർ സാമ്പിൾ വന്നിട്ടുണ്ട്. വീട്ടിൽ കൊടുത്തേക്ക് കഴിക്കാൻ വരുമ്പോൾ നോക്കിക്കോളാം സാർ പറഞ്ഞു. ഞാൻ അർജന്റായിട്ട് എയർപോർട്ടിൽ പോവുക. കൊടുത്തേക്കോ മാഡം? സാർ, പാഴ്സൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. എനി ഡൗട്ട്? നോ ഡൗട്ട് സാർ. സത്യയുടെ കാർ വീട്ടിലേക്ക് പോകുന്നു സാർ. ഇനി ആ വണ്ടി വെളിയിൽ പോകാൻ പാടില്ല. ഓക്കെ സാർ. ചെറിയമേ, എന്താ മോളെ? ഈ പാർസൽ ചിറ്റപ്പനുള്ളതാ. സാർ, നിങ്ങളുടെ സഹോദരന്റെ കയ്യിൽ നിന്ന് ചെക്കിൽ സൈൻ വാങ്ങാൻ വീട്ടിൽ പോയിരുന്നു. സാർ, കുട്ടികൾ സാറിന്റെ ഐപാഡ് എടുത്ത് ആംഗർബേഡ് കളിക്കുന്നു. എന്റെ ഐപാഡിലോ? അതെ സാർ. പാസ്വേഡ് ഇല്ലാതെ എങ്ങനെ ഓപ്പൺ ചെയ്തത്? ചോദിച്ചു. സത്യമേടമാണ് ഓപ്പൺ ചെയ്തതെന്ന് കുട്ടികൾ പറഞ്ഞു. ചിറ്റപ്പ, കോഫി. She must have noticed that. ഡാനിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിലാണുള്ളത് സാർ.
സർ രംഗരാജൻ വീട്ടിലേക്ക് എത്തി സർ. സ്പോട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സീലി. ഓക്കെ സാർ. കുട്ടികളെന്തേ? അതെ, നിങ്ങൾക്കൊരു പാർസൽ വന്നിട്ടുണ്ട്. എന്താ ഇത്? ആർ യു ഡീലിംഗ് വിത്ത് ഡ്രഗ്സ്? സെർച്ച്. നീ കൊണ്ടുവന്ന പാർസലിൽ എന്തോ മയക്കുമരുന്നുണ്ട്. അല്ല സാർ, ഇതിനെ കുറിച്ച് ചിറ്റപ്പനൊന്നും അറിയില്ല. ഫെർട്ടിലൈസറിന്റെ സാമ്പിൾ എന്ന് പറഞ്ഞ് മാനേജർ എന്റെ അടുത്ത് തന്നത്. പാഴ്സൽ ആർക്ക് വന്നതാ? ചിറ്റപ്പന് വന്നത്. ഫർദർ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ആരും അകത്ത് പോകരുത്. സാർ, സത്യമേഡത്തിന്റെ കാറിൽ GPS വെച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസം മുമ്പ് നരസിംഹന്റെ നാട്ടിൽ പോയിരുന്നു. അന്ന് സ്കൂളിൽ പോയപ്പോൾ കടപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ, അത് ചെറിയൊരു മിസ്റ്റേക്കാണ്. കാർ സ്കൂളിലേക്ക് പോയില്ല, നേരെ MC റോഡ് വഴി ബീച്ചിലേക്ക് പോയത്. ചിറ്റപ്പ, കോഫി. എന്റെ മാല തട്ടിപ്പറിച്ചുകൊണ്ട് പോയി ചിറ്റപ്പ. എന്താ രംഗരാജ് തൂണ് പിടിച്ച് ദൂരെ മാറിയെന്ന് പോസ് ചെയ്യുന്നേ? അന്ന് കൊട്ടാരക്കരയിൽ നിന്ന് പിടിച്ചെടുത്ത 70 കിലോയിൽ 62.5 കിലോയാണ് ഭായിയുടെ കണക്കിൽ. ബാക്കി 7.5 കിലോ നിന്റെ കണക്കിൽ അന്നേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തെറ്റാ നരസിംഹൻ. തെറ്റ് കാണിക്കുന്നതിൻ്റെ അടുത്ത് കാണിക്കുന്നത് തെറ്റല്ല. ഞാൻ നിന്റെ വീടിനകത്ത് വന്നാൽ നിനക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പോലീസിന്റെ ബുദ്ധി കാണിക്കണോ? പോലീസിന്റെ ബ്രില്യൻസാ കാണിച്ചത്. ആർക്കും ഒന്നും അറിയാൻ പാടില്ല. എല്ലാത്തിനും കാരണം ഞാനാ. കം ഓൺ, അറസ്റ്റ് മീ. രംഗരാജനെ അറസ്റ്റ് ചെയ്തു സർ. ഇതെങ്ങനെ സംഭവിച്ചു രംഗരാജ്? നിങ്ങളുടെ മകള്, അവൾക്കറിയാവുന്ന എൻ്റെ ഐപാഡിന്റെ പാസ്വേഡ് പോലീസ് അറിഞ്ഞാൽ ഗോൾഡൻ ഷിപ്ലിംഗ് കപ്പൽ നടുക്കടലിൽ മുങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. സാറേ, ഡാനി രംഗരാജന് ഫോൺ ചെയ്തതിന് ശേഷം ഒരേ ഒരു സെല്ലിലേക്ക് മാത്രം കോൾ ചെയ്തിട്ട് സാറ്റലൈറ്റ് ഫോൺ ഓഫ് ചെയ്തു സാറേ. ആ നമ്പർ ഏതാ? സൗത്ത് ആഫ്രിക്ക ഡർബൻ സിറ്റിയിലുള്ള നമ്പറാന്ന് ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞു സാർ. തീർച്ചയായിട്ടും അവൻ ഡർബൻ സിറ്റിക്കായിരിക്കും പോയിരിക്കുന്നത്. അവൻ സെൽഫോൺ ഓഫ് ചെയ്തപ്പോ ഷിപ്പ് എവിടെ ആയിരുന്നു അന്വേഷിച്ചോ? അന്വേഷിച്ചു സാർ. അവന്റെ എല്ലാ നമ്പറും ട്രേസ് ഔട്ട് ചെയ്തു സാർ. ഈ സ്ഥലം മഡഗാസ്കറിന് താഴെ അംബോ ബോംബെ എന്ന് പറഞ്ഞ കോസ്റ്റൽ ഏരിയയാണ് സാർ. ഇവിടെ നിന്ന് ഡർബൻ എത്ര ദൂരം? ഇവിടെ നിന്ന് എത്ര മണിക്കൂർ കൊണ്ട് എത്തുന്നു? ടാർഗറ്റ് ചെയ്ത് എന്നോട് പറ. ഓക്കെ സാർ. സൗത്ത് ആഫ്രിക്കയിലേക്കോ? ഈ കേസ് ബായിലും രംഗരാജനും കൊണ്ട് തീരില്ല സാർ. ഓപ്പറേഷൻ ഡിയുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് ഡാനി അറസ്റ്റ് ചെയ്യുന്നതാണ്. അവൻ ഡർബനിൽ ഇറങ്ങിയാൽ അത്രയും വലിയ ആഫ്രിക്കയിൽ നിന്ന് അവനെ പിടിക്കാൻ സാധിക്കുകയില്ല. അവൻ റീച്ച് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ ഉണ്ടാവണം. നിങ്ങൾ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് വരൂ. ഞാൻ ഉടനെ സെൻട്രൽ ഹോം മിനിസ്റ്ററോട് സംസാരിച്ച് ഇടപാട് ചെയ്യാം. സാർ, സെൻട്രൽ മിനിസ്റ്ററിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക പെർമിഷൻ കിട്ടി. എനിക്ക് രാത്രി തന്നെ പോകണം. ഡർബൻ പോലീസ് എസ്കോർട്ടേഴ്സിന് നമുക്കും അല്പസമയത്തിൽ കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ആവും. ഡാനിയ ഡർബനിലേക്ക് സംസാരിച്ച നമ്പർ അവർക്ക് കൊടുത്ത് അവൻ ആരോടാണ് സംസാരിച്ചത്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അവന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഇന്ന് മൊത്തം വാച്ച് ചെയ്യാൻ. ഹലോ, യാ. പോലീസുകാർ വീട്ടിനുള്ളിൽ വന്ന് നിന്നെ നാണം കെടുത്തി വിഷം കുടിപ്പിച്ചല്ലോ. നീ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാ. ആ സ്ഥലത്തെങ്ങനെ പോകാൻ പാടില്ല. നമ്മുടെ പ്ലാൻ എല്ലാം വെറുതെ ആയില്ലേ സാർ? അവസാനം ആ പെണ്ണിങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല, അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ വഴിയില്ല. എല്ലാ കാര്യങ്ങളും അവൾക്ക് ശരിക്കും അറിയാമായിരുന്നു. നിനക്ക് ആ നമ്പർ എടുത്തു തരാൻ പറ്റുമോ? ഏതൊരു കാര്യമാണെങ്കിലും വളരെ വ്യക്തമായിട്ട് തീരുമാനം എടുക്കുന്ന ആളല്ലേ നിങ്ങൾ. ഇന്ന് സാറിന് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തിനു വേണ്ടിയാ എന്റെ ചിറ്റപ്പന്റെ നമ്പർ ചോദിക്കുന്നത്? പറയൂ സാർ. ഞങ്ങൾ ജീവിക്കുന്ന ഈ സുഖമായ ജീവിതം മറ്റുള്ളവരുടെ ശാപം വീണ കാശാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേടാവുന്നു സാർ.
പറയൂ സാർ. സാർ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യാം. എങ്ങനെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പെണ്ണിനെ അവർ കൊന്നു കളഞ്ഞല്ലോ സാർ. അന്തസ് നോക്കി കൊല്ലുന്നല്ലേ? സ്വന്തം മകളെ വിഷം കൊടുത്ത് കൊന്നില്ലേ? നീയൊക്കെ മനുഷ്യനാണോടാ? നിന്റെ കൂടെ കിടക്കാൻ വേണ്ടി എന്നെ കാട്ടിക്കൊടുക്കുന്നോളെ എന്റെ ഈ കൈ കൊണ്ട് കൊല്ലാൻ പറ്റിയില്ലോ ഓർത്തും നിരാശയാണ് എനിക്ക്. വൃത്തികെട്ട പരനാറി, നിന്റെ കുറവുകൾ മറയ്ക്കാൻ വേണ്ടി ബന്ധത്തെ പോലും നശിപ്പിച്ച നായേ. എടാ നരസിംഹൻ, എനിക്ക് ഇന്ത്യയിൽ മുഴുവൻ രാഷ്ട്രീയ പിന്തുണയുണ്ട്. അവരെനിക്ക് വേണ്ടി ജോലി ചെയ്തോണ്ടിരിക്കുക. നിന്റെ ഈ ഓപ്പറേഷൻ ഡീൽ കൊണ്ട് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല നിനക്ക്. ഓപ്പറേഷൻ ഡി ഫോർ നരസിംഹൻ എന്ന് എനിക്കറിയാമടാ. ഡി എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്നതല്ലടാ, ഡാനി. ഓപ്പറേഷൻ ഡാനി. ഇപ്പൊ തന്നെ പുറപ്പെടുവാടാ. അവൻ ഏത് കള്ള കഴിവറ മോനാണെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് കോടതി കയറ്റി നിർത്തി. നീ ഇന്റർനാഷണൽ ക്രിമിനൽ മാത്രമല്ല, അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ആ പെണ്ണിനെ കൊന്നെന്ന് പ്രൂവ് ചെയ്ത് തൂക്കുകയർ വാങ്ങി തരൂടാ. അഥവാ അങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ അതേ സ്ഥലത്ത് വെച്ച് നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകൂടാ.